ഹെൽത്തി ഫുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വെജീസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതൊക്കെയാണ്, പ്രത്യേകിച്ച് ഗ്രീൻ വെജിറ്റബിൾസ്. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ഗ്രെയിൻ ഫ്രീ ആയിട്ട് ദോശ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടോ? അതായത് റൈസ് പൗഡറും നമ്മുടെ ഗോതമ്പ് മാവും അതൊന്നും അല്ലാതെ വേറെ ഏതെങ്കിലും ഫ്ലവർ കൊണ്ട് ദോശ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടോ? സോ റൈസ് ഫ്ലവറിൽ കാർബോഹൈഡ്രേറ്റ്സ് ഒത്തിരി ഉള്ളതുകൊണ്ട് അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേറെ എന്ത് ഫ്ലവർ നമുക്ക് ചൂസ് ചെയ്യാം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഷോപ്പിംഗ് ഞാൻ പോകുന്നത്. ഈ കോവിഡ് മഹാമാരി നമ്മളെ എല്ലാവരെയും കുറെ ഹെൽത്ത് കോൺഷ്യസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഹെൽത്തി ഓൾട്ടർനേറ്റീവ് ഫുഡ്സ് നമുക്ക് പല ഷോപ്പിംഗ് മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടുത്തെ ഒരു മെയിൻ ഷോപ്പിംഗ് സെന്ററിൽ പോയിട്ട് അവിടെ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ കോഴ്സിൽ നമ്മൾ കയറുമ്പോൾ തന്നെ അയൽ 2 ഹെൽത്ത് ഫുഡ് എന്നുള്ള ഒരു സെക്ഷൻ തന്നെയുണ്ട്. പലതരത്തിലുള്ള ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ബനാന ഫ്ലവർ ഉണ്ട്, ആൽമണ്ട് ഫ്ലവർ ഉണ്ട്. ആൽമണ്ട് ഫ്ലവറിന് $10 ആണ് 300 ഗ്രാംസിന്. നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാം, അല്ലെങ്കിൽ ആൽമണ്ട്സ് വാങ്ങിച്ചിട്ട് പൊടിച്ചെടുക്കാം. ഫസ്റ്റ് ടൈമാണ് വരുന്നതെങ്കിൽ നമുക്ക് വേണ്ട ഐറ്റംസ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. കുറച്ച് സമയം നോക്കിയിട്ടാണ് എനിക്കത് കിട്ടിയത്. ഫ്ലാക്സ് സീഡ്സ് ഉണ്ട്. ഫ്ലാക്സ് സീഡ്സ് വെരി ഗുഡാണ്. അപ്പോൾ നമുക്കൊരു നട്ട് ആൻഡ് സീഡ്സ് പൗഡർ ഉണ്ടാക്കണമെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് ഇസ് റിയലി ഗുഡ്. ആൻഡ് ഓൾസോ ഫ്ലാക്സ് സീഡ്സ് ഇസ് ഗുഡ് ഇൻ അവർ കോൺഫ്ലെക്സ് or Weetabix or anything that you like in any breakfast. So that is actually $5 for 500 grams. Sunflower kernels വാങ്ങിക്കുന്നുണ്ട്. അതൊരു സീഡ് പൗഡർ ഉണ്ടാക്കുമ്പോൾ അതിൽ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് $350 ആണ് ഹാഫ് എ കിലോ. ഒരു ഹെൽത്തി ദോശയുടെ റെസിപ്പി നോക്കി അതിന് വേണ്ടിയുള്ള കണ്ടൻസ് നോക്കിയാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് കോക്കനട്ട് ഫ്ലവർ, ആൽമണ്ട് ഫ്ലവർ, പിന്നെ ആരോ റൂട്ട് ഫ്ലവർ, അതായത് നമ്മുടെ കൂവപ്പൊടി. സോ ഇത് കോക്കനട്ട് ഫ്ലവർ. ഓ റിയലി? കോക്കനട്ട് ഫ്ലവറിന് $5 ആണ് 400 ഗ്രാമിന്. സെയിം ഫ്ലാക്സ് സീഡ് തന്നെ പൊടിച്ചതും ഉണ്ട്. അതായത് ഫ്ലാക്സ് സീഡ് മീൽ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. വെരി പ്രോട്ടീൻ. ആൻഡ് അത് വെൽനസ് റോഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അതിന് $5 ആണ് പെർ 500 ഗ്രാം. നമ്മൾ സാധാ ഫ്ലവർ വാങ്ങിക്കുന്നതിനൊക്കെ പകരം ഇത് വാങ്ങിച്ച് നമ്മൾ ഇതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി നല്ലതാണ്, ഒത്തിരി ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ഈ ശീലം ചെറുപ്പത്തിലേ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അത് ഒത്തിരി നല്ലതാണ്. നമ്മുടെ നാട്ടിലത് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇത് മിക്ക ഷോപ്പുകളിലും നമുക്ക് അത്യാവശ്യം ഫ്ലാക്സ് സീഡ്സും ആൽമണ്ട്സ് ഒക്കെ കിട്ടുക നമുക്ക് വീട്ടിൽ പൊടിച്ചെടുക്കാം. ബക്ക്വീറ്റ് ഫ്ലവർ ഉണ്ട്, ഹോൾ മീൽ സ്പെൽറ്റ് ഫ്ലവർ, പ്രോട്ടീൻ പൗഡർ ഉണ്ട്. പക്ഷെ അതിൽ വെയ് പ്രോട്ടീനാണ് നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കണം. ഇതെല്ലാം ഗുഡാണ്. അപ്പോൾ നമ്മൾ ഒന്ന് റിസർച്ചൊക്കെ ചെയ്തിട്ട് നോക്കണം. ഞാനിപ്പോൾ ബിഗിനറാണ് ഹെൽത്തി ഇതുപോലെയുള്ള ഫുഡ്സ് ഫ്രൈ ചെയ്യുന്നതിൽ. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ടു അപ്ഡേറ്റ് ചെയ്യാം. ചിയ സീഡ്സ് കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് ഫ്ലാക്സ്, ഹെംപ് ആൻഡ് ചിയയുടെ ഒരു മിക്സ് മീൽ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുക. അതിന് $6 ആണ്. ഒരു 25% ഓഫ് ഉണ്ട്. യൂഷ്വലി $8 ആണ്. What are you looking for? These chia seeds. Chia seeds? No, that's hemp seeds. That I love. Hemp seeds ഒത്തിരി റേറ്റ് ആയിട്ടാണ് കാണുന്നത്. $13 ആണ് 250 ഗ്രാമിന്. അപ്പോൾ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പല സീഡ്സും പല മീൽ പൗഡേഴ്സും ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ അതേ കക്കോവ പൗഡർ ഉണ്ട്. LSC മീൽ എന്ന് പറഞ്ഞ് കിട്ടും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 350 ഗ്രാമിന് $425 ആണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അത് ഒരു ലിൻസീഡ്സും സൺഫ്ലവർ സീഡ്സ് ആൻഡ് ആൽമണ്ട് മീലിൻ്റെ മിക്സാണ്. ഇവിടെ ആരോ റൂട്ടിൻ്റെ പൗഡർ, അതായത് കൂവപ്പൊടി, ഹെൽത്ത് ഫുഡിൻ്റെ സെക്ഷനിൽ നിന്ന് കിട്ടിയില്ല. അത് പക്ഷേ ഇവിടെ അയൽ 9 ഉള്ളത്, ഫ്ലവറിൻ്റെ സെക്ഷനിൽ. ഇതാണ് ആരോ റൂട്ട് ടപ്പിയോക്ക ഫ്ലവർ. ഇത് നോക്കി ഒത്തിരി നടക്കേണ്ടി വന്നു. ഇവിടെ കോഴ്സിൽ സ്റ്റാഫിനോട് ചോദിച്ചിട്ടും അറിയത്തില്ലായിരുന്നു. ഇതിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈഡ് ഫ്രൂട്ടിൻ്റെ ഒക്കെ സെക്ഷനിൽ ഷ്രെഡഡ് കോക്കനട്ട് അതിൻ്റെയൊക്കെ താഴെയായിട്ടാണ് ഈ ടപ്പിയോക്ക ഫ്ലവർ, ബേക്കിംഗ് ഫ്ലവർ ഒക്കെ ഇരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ടപ്പിയോക്ക ഫ്ലവർ ഉണ്ട്. 175 ഗ്രാം എത്ര കാണിക്കുന്ന 195. സോ നോട്ട് ബാഡ്. ഐ ഗോയിങ് ടു ടേക്ക് എ കപ്പിൾ ഓഫ് ദീസ് ബിക്കോസ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് ആരോ റൂട്ട് ഫ്ലവറും ആൽമണ്ട് ഫ്ലവർ കുറച്ചും പിന്നെ നമ്മുടെ കോക്കനട്ട് ഫ്ലവറും കുറച്ചാണ് ഇടുന്നത്. അപ്പോൾ ഇതാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ ഐ എം ഗോയിങ് ടു ടേക്ക് എ ഫ്യൂ മോർ. ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. സോ ദോശയ്ക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ആരോ റൂട്ട് പൗഡറും പിന്നെ കുറച്ച് ആൽമണ്ട് ഫ്ലവറും കോക്കനട്ട് ഫ്ലവറും ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ റെസിപ്പി സൂൺ ഇടാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഓർ എനിത്തിങ് സിമിലർ വീഡിയോസ് ഇഫ് യു ലൈക്ക്, ജസ്റ്റ് പ്ലീസ് ലെറ്റ് മീ നോ. താങ്ക് യു.